ഇത് യുദ്ധമാണല്ലോ, ടെററിസം എന്താണെന്നുള്ളതാണ് ദുരന്തർ എന്ന് പറഞ്ഞ പടം. നമുക്കറിയാം രൺവീർ സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക്, പക്ഷെ അത് പുള്ളിയെ പ്രതീക്ഷിച്ചെന്നല്ല നമ്മൾ സിനിമയ്ക്ക് ആദ്യം ദുരന്തർ കണ്ടത്. കാരണം അജിത് ഡോവൽ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും നല്ല ഹെഡാണ് അജിത് ഡോവൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ. ഇതൊരു പുതിയൊരു രീതിയിൽ വന്ന പുതിയൊരു കഥയായതുകൊണ്ടാണ് ഈ ദുരന്തർ എന്ന് പറഞ്ഞ പടം ഇത്ര ഹിറ്റായത്. അപ്പോൾ ഇനി ഇത് തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അടുത്ത സെക്കൻഡ് പാർട്ടും വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു പടം തിയേറ്ററിൽ നിന്ന് മാറുന്നതിന് മുമ്പ് സെക്കൻഡ് പാർട്ട് പറഞ്ഞത്. പക്ഷേ ഇതിൽ എന്തോ അത്ഭുതം സൃഷ്ടിക്കാൻ പോവുകയാണ്. അത് യാതൊരു സംശയവും. കാരണം ഇത്രയും ധൈര്യത്തോടുകൂടി ഒരു തിയേറ്ററിൽ പടം പോകുന്നതിന് മുമ്പ് അടുത്ത പടം കൊണ്ടിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം ഇതിനകത്തുണ്ട്. പക്ഷേ ഈ പടം നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി വലുതായിരിക്കും. ടെററിസം നമ്മൾ കുറേ പ്രതീക്ഷിച്ചാണല്ലോ വരുന്നത്. പക്ഷേ എന്തായാലും ആ പ്രതീക്ഷയ്ക്ക് ഇതിനകത്ത് വകയുണ്ടാവും. കാരണം അല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തോടുകൂടി സെക്കൻഡ് പാർട്ട് സിനിമ ഒരു പടം തിയേറ്ററിൽ നിന്ന് പോയിട്ടില്ല. അതിനു മുമ്പ് സെക്കൻഡ് പാർട്ട് ഇറക്കാന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തോ ഒരു ധൈര്യമായിട്ട് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തോ സംഭവമുണ്ട്. ഇത് ടെററിസം എന്താണെന്നുള്ളതാണ് നമ്മളിത് പഠിക്കേണ്ട സിനിമയാണ്. ദുരന്തർ പോലത്തെ സിനിമകൾ ഇനി ഉണ്ടാവണം. വെറുതെ കുറേ ഇടി വെടി പുകയല്ല, കഥയാണ്. കാണ്ഡഹാർ പോലുള്ള സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളതായിരുന്നു ദുരന്തർ ആദ്യം. എന്തായാലും സെക്കൻഡ് പാർട്ട് വന്നതോടുകൂടി പടം വേറെ ലെവലായിരിക്കും. കാരണം അത് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പടം ഇറക്കുന്നത് എങ്ങനെ? പടം ദൂരം തിയേറ്ററിൽ നിന്ന് പോയിട്ടില്ല, ഫസ്റ്റ് സെക്കൻഡ് വരികയാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട് സിനിമയ്ക്ക്. എന്തായാലും ഇത് ഹിറ്റായിരിക്കും. നിങ്ങൾക്കറിയാം, ഞാൻ തിയേറ്ററിൽ വരുന്ന ദിവസം ഒരു ഹിറ്റ് ഉണ്ടാവും, അല്ലാണ്ട് വെറുതെ വരില്ല. വന്ന ദിവസം ഒരു ഹിറ്റായിരിക്കും. അത് ദുരന്തര ഹിറ്റാണ്, ഉറപ്പിച്ചോ. നേരത്തെ അറിയായിരുന്നില്ല, അവരുടെ ഫസ്റ്റ് ഫിലിം തന്നെ ഗൾഫിൽ പശ്ചിമേഷ്യ റിലീസ് ഇല്ലായിരുന്നു. എന്നിട്ടുമാണ് 1300 കോടി അടിച്ചിരിക്കുന്നത് ഇപ്പം. അപ്പോൾ പടത്തിൻ്റെ ഹൈപ്പ് അറിയാമല്ലോ. അതായത് ഗൾഫ് മേഖലയിൽ ഒരിടത്തും പടം റിലീസില്ല, എന്നിട്ടും 1300 കോടി അടിച്ചു. ഇത് ഡങ്കലിൻ്റെ റെക്കോർഡ് പൊട്ടിക്കാൻ പോവുകയാണ്. ഈ രണ്ടാം ഭാഗത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ കളക്ഷൻ ആകാൻ പോകുന്ന പടമാണ്. വൻ പ്രതീക്ഷ. രൺവീർ സിംഗ് തകർക്കും എന്നുള്ള ഉറപ്പുണ്ട് എല്ലാവർക്കും. ഏതായാലും ഒരു മേക്കിങ്ങിൽ ഇതിനെ വല്ല ഒരു പടം ഇറങ്ങിയിട്ടില്ല. അതുപോലെയാണ് പടം ഫസ്റ്റ് കണ്ടിരിക്കുന്നത്. അതേ പ്രതീക്ഷയിലാണ് സെക്കൻഡ് ഫിലിം വന്നിരിക്കുന്നത്. ഇല്ല, അതാ പറഞ്ഞു, അതിന് മുകളിൽ വരാനേ സാധ്യതയുള്ളൂ. അത്രയ്ക്കാണ് അവരുടെ പെർഫോമൻസ് ബേസ്ഡ്. പിന്നെ സംവിധായകൻ്റെ മേക്കിംഗ് കഴിവോ അതും എനിക്ക് ഇതിൻ്റെ കഥയിലൊക്കെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. എന്നാലും മേക്കിംഗ് ബേസിൽ പടം വേറെ ലെവൽ, ഒന്നും പറയാനില്ല. പിന്നെ 4 മണിക്കൂർ 20 മിനിറ്റ് എങ്ങനെ കണ്ടിരിക്കും. ഇൻ്റർവ്യൂവിനോട് കൂടി 4 മണിക്കൂർ 20 മിനിറ്റ് പടം കാണും. അതാണൊരു വിഷമം. എന്താ ചെയ്യണം എന്നുള്ളതാണ്, വിശന്ന് കയറും. ഏതായാലും വൻ പ്രതീക്ഷ കേട്ടോ, ഒന്നും പറയാനില്ല. ദുരന്തർ 2 തകർക്കും. അതാണ്. അതുകൊണ്ട് ഒരു ഇതുമില്ല. എന്ന് വെച്ചല്ലേ, ആദ്യത്തെ ഒരാഴ്ച പടം പയ്യെ പോയത്, പിന്നെ ഒരു റോക്കറ്റായിരുന്നു പടം. അതായിരുന്നു വൻ പ്രതീക്ഷ കേട്ടോ, ഒന്നും പറയാനില്ല. രൺവീർ സിംഗിന്റെ ഏറ്റവും നല്ലൊരു മേക്കിംഗ് ആയിരിക്കും. നല്ല ഉണ്ടാവും, പോയി നോക്കട്ടെ. ലാസ്റ്റ് പോർഷൻ അല്ലേ, അപ്പൊ എന്തായാലും എന്തെങ്കിലും ഉണ്ടാവും. ഫസ്റ്റ് കണ്ടിട്ടാണോ വന്നത്? അതിന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? അതിന് കൂടുതലുണ്ട്. അടിച്ചു തൂക്കുമല്ലേ? അതുണ്ടാവും. സമയത്തും ദുരന്തവും നല്ല ചങ്ക് പിടിച്ച് വന്നേക്കുവാ. അതെ അതെ. അപ്പൊ ഫസ്റ്റ് കണ്ടിട്ട് വരുന്ന നിങ്ങളുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്. കാരണം രൺവീർ സിംഗിന്റെ എല്ലാം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത പടമാണ്. അപ്പൊ ഇത് അതിലും കൂടുതൽ ഇരട്ടി. കാരണം അത്ര ഒരു ഇത് കണ്ടിട്ടല്ല ദുരന്തരം 1 കാണാൻ പോയത്. പക്ഷെ വളരെ കൂടുതൽ ഇതായിരുന്നു. അപ്പൊ അതിനും ഇരട്ടി എക്സ്പെക്ടേഷൻ ആണ് ഇപ്പൊ 2 വരുമ്പോ. അതെ അതെ. ഇത് അതിലിരട്ടി പോകുന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ.